നമസ്കാരം. ആദ്യം തന്നെ മീഡിയ നെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ഒക്കെ സ്മരണകൾ ഉണർത്തുന്ന കാലം. ഈ ഓണനാളിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലാണ്. ഇവിടെ വളരെയധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. കലാരംഗത്തായിക്കോട്ടെ, കായിക രംഗത്തായിക്കോട്ടെ, ഇവരുടെ കഴിവുകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. സിസ്റ്റർ ബിജി ജോസിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്കൂളിലെ കുട്ടികൾ ഈ ഓണക്കാലത്ത് നമുക്ക് വേണ്ടി ഒരുപാട് ഓണവിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട് കലാപരിപാടികളുടെ. അപ്പം ഇവിടുത്തെ ഓണവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമ്മളിപ്പോൾ മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഓണാഘോഷ പരിപാടികൾക്കെല്ലാമായി ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ കുട്ടികളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പം സിസ്റ്റർ ബിജി ജോസിന്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഈ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സിസ്റ്ററിനോട് ചോദിച്ചറിയാം. നമസ്കാരം സിസ്റ്ററെ. നമസ്കാരം. എല്ലാവരും ഈ ഓണത്തിന്റെ ഒരു ആഘോഷത്തിമിർപ്പിലാണല്ലേ? എല്ലാവരും അതിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് കായികമായിക്കോട്ടെ, കലാപരമായിട്ടുള്ള രംഗത്തായിക്കോട്ടെ, ഒട്ടനവധി കഴിവുകളും കലാപ്രതിഭകളും ഉള്ള ഒരു സ്കൂളാണ് ഈ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ. അപ്പം എത്രത്തോളം കുട്ടികളാണ് ഇവിടെ ഉള്ളത്? എങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ? കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ 1993 ആരംഭിച്ചതാണ്. 8 കുട്ടികളുമായിട്ട് ആരംഭിച്ച സ്കൂളിൽ ഇപ്പം 185 കുട്ടികളുണ്ട്. അത്രത്തോളം കുട്ടികൾ ഇപ്പം വന്നു ചേർന്നു. കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ പരിശീലനം നേടുന്നുണ്ട്. അപ്പം ഇവിടെ താമസിച്ച് പഠിക്കുന്നവരും ഉണ്ട്, അല്ലാതെ വീടുകളിൽ നിന്ന് ഇവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ 112 പേരുണ്ട്. അല്ലാത്തവര് വീട്ടിൽ നിന്ന് വരുന്നു. എങ്ങനെയാണ് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത്? നമ്മുടെ സ്കൂള് കാർമൽ ജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത സ്പെഷ്യൽ സ്കൂളാണ്. സൊസൈറ്റിയുടെ കീഴിൽ സ്പെഷ്യൽ സ്കൂളുണ്ട്, വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ഉണ്ട്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് 3 ഉണ്ട്. അതുകൂടാതെ ഒരു സ്പോർട്സ് അക്കാഡമി ആയിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ എല്ലാ തരത്തിലുമുള്ള പരിശീലനവും അതോടൊപ്പം തെറാപ്പികളും തൊഴിൽ പരിശീലനം, അവരുടെ പുനരധിവാസം എല്ലാം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് നമ്മുടെ സ്കൂൾ പ്രവർത്തിച്ചു വരുന്നത്. എത്രത്തോളം ടീച്ചേഴ്സ് ആണ് ഇവിടെ? ഇവിടെ 42 സ്റ്റാഫ് ഉണ്ട്. 18 ടീച്ചേഴ്സ് ഉണ്ട്. ബാക്കി നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് അറിയാം, മാധ്യമ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടാണ് സംസ്ഥാനമായിക്കോട്ടെ അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ ഇവിടുത്തെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതൊക്കെ മാധ്യമ വാർത്തകളൊക്കെ വന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എങ്ങനെയാണ് കുട്ടികളെ ഇതിൻ്റെ അകത്ത് മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കുന്നതും അതുപോലെ തന്നെ സമ്മാനങ്ങളൊക്കെ നേടിയതിൻ്റെ? കുട്ടികൾക്ക് അവരുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അവർക്ക് ഏത് തരത്തിലുള്ള കഴിവുകളാണ് കുട്ടികൾക്കുള്ളതെന്ന് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക. ഈ അടുത്തിടയ്ക്കും ഇതുപോലെ തന്നെ ഇന്നലെ ഒരു കുട്ടി ഡൽഹി പോയിട്ട് തിരിച്ചെത്തിയുള്ളൂ. ബൗളിങ്ങിന് നാഷണൽ ലെവലിൽ ഒരു സിൽവർ മെഡലും ബ്രോൺസ് മെഡലും വാങ്ങി. ഇന്റർനാഷണലിലോട്ടുള്ള സെലക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ പാരാ ഒളിമ്പിക്സിലാണെങ്കിലും സ്പെഷ്യൽ ഒളിമ്പിക്സിലും സ്റ്റേറ്റ് ലെവലിൽ ഗവൺമെൻറ് നടത്തുന്ന എല്ലാ കലോത്സവങ്ങളിലും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ കാർമൽ ജ്യോതി സ്കൂളാണ് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ജൂനിയർ ഗ്രൂപ്പിൽ ഓവറോൾ വാങ്ങിയത്. കേരളത്തിന് വേണ്ടിയിട്ട് 41 പോയിന്റ്, ആകെ 50 പോയിന്റ് കിട്ടിയതിൽ 41 പോയിന്റും കാർമൽ ജ്യോതിയാണ് നേടിക്കൊടുത്തത്. അപ്പം എല്ലാത്തിനും ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് പരിശീലനം? ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് പരിശീലനം കൊടുക്കുന്നത്. എല്ലാവരും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ടീച്ചേഴ്സാണ്. അതുപോലെ സ്പോർട്സിന് പരിശീലനം കൊടുക്കാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ MBEd കഴിഞ്ഞ കോച്ചുണ്ട്. എല്ലാ തെറാപ്പികളും എല്ലാ തരത്തിലുമുള്ള ട്രെയിനിങ്ങിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിന്റെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമാണ് കുട്ടികൾ ഈ നിലയിലെത്തുന്നത്. അതെ. പിന്നെ ഇവിടുന്ന് നമുക്ക് അത് കൂടാണ്ട് തന്നെ ഒരുപാട് തൊഴിൽ പരിശീലനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? തൊഴിൽ പരിശീലനം കുട്ടികൾക്ക് നമ്മുടെ അടിമാലി പഞ്ചായത്തിന്റെ കീഴിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 28 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് തന്നെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന കുട്ടികൾ. അതുകൂടാതെ ആനിമൽ ഹസ്ബൻഡറി, പശു ഫാമുണ്ട്, പന്നി ഫാം, കോഴി ഫാം, പിന്നെ ഓർഗാനിക് വെജിറ്റബിൾ കൾട്ടിവേഷൻ. അപ്പം ഈ ആഴ്ച ശാന്തമ്പാറ KVK എന്നവർ കപ്പ കൃഷിയെക്കുറിച്ച് ഒരു പ്ലോട്ട് എടുത്ത് വിവിധ തരം കപ്പ തണ്ടുകൾ നട്ട് അതിൻ്റെ ഒരു പരീക്ഷണം ഇവിടെ തുടങ്ങാൻ പോവാണ്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള തൊഴിൽ പരിശീലനങ്ങൾ
കൂടുതലും കൃഷി, മൃഗസംരക്ഷണം അതാണ് കൂടുതൽ ഊന്നൽ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ജോലികൾ ഇവർക്ക് നല്ല ഫിനിഷിങ് വർക്കുകൾ അത്ര പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ജോലികളാണെങ്കിൽ അവർ വളരെ ഭംഗിയായിട്ട് അധ്യാപകരുടെ നേതൃത്വത്തിൽ, വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞ അധ്യാപകരുണ്ട്. അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ നല്ല പരിശീലനം കിട്ടി അവർ തന്നെ ഇപ്പം സ്വയം എല്ലാ ജോലികളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുന്നുണ്ട്. അതുകൂടാതെ ഹോം മെയ്ഡ് സ്നാക്സ്, പിന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന കപ്പ, ചക്ക, ഇതെല്ലാം അതിൻ്റെ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇവിടുന്ന് തന്നെ വിൽക്കുന്നുണ്ട്. ഔട്ട്ലെറ്റിൽ വിൽക്കുന്നു, കുട്ടികൾ വീടുകളിൽ കൂടെ കൊണ്ടുപോയി കൊടുക്കുന്നു. അതുകൂടാതെ ധാരാളം പേര് ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനൊരു സ്പെഷ്യൽ സ്കൂളാണ്, പക്ഷേ ആ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുവാൻ അവർ എല്ലാവിധ തൊഴിൽ പരിശീലനങ്ങളും നൽകി അവരുടെ കഴിവുകളെ അവരെ ഒരുപാട് വളർത്തി മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ മുഖ്യമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഒരാൾ കൂടിയാണ് വിജി സിസ്റ്റർ. എനിക്ക് തോന്നുന്നു വിജി സിസ്റ്ററിനെ അതുപോലെ തന്നെ ഒരുപാട് അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു സിസ്റ്ററാണ് വിജി സിസ്റ്റർ. അതുപോലെ തന്നെ സിസ്റ്ററിനെ തേടിയും ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? എനിക്ക് ദേശീയ അധ്യാപക അവാർഡ്, ഏറ്റവും നല്ല അധ്യാപികയ്ക്കുള്ള സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ കേരളത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഷം വനിതാ ദിനത്തിൻ്റെ അന്ന് മികച്ച സാമൂഹ്യ പ്രവർത്തക എന്നുള്ള ഒരു അവാർഡ് ലഭിച്ചു. പിന്നെ അങ്ങനെ കുറെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സിസ്റ്റർ എത്ര വർഷമായി ഈ കുട്ടികളുടെ? ഞാൻ 29 വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു. എങ്ങനെയാണ് ഈ 29 വർഷം പിന്നിലോട്ട് ആലോചിക്കുമ്പം ഉള്ള ഒരു? 29 വർഷം ആലോചിക്കുമ്പോൾ 29 ദിവസം പോലെ എനിക്ക് തോന്നുന്നത്. അത്രയും പെട്ടെന്ന് ഈ കാലങ്ങൾ കഴിഞ്ഞു പോയി. എന്നോടൊപ്പം വേറെ 4-5 സിസ്റ്റേഴ്സും കൂടെ ഉണ്ട് ഇതുപോലെ 29 വർഷം ഇവിടെ ജോലി ചെയ്തവർ. അപ്പോൾ അവരുടെയൊക്കെ കഠിനാധ്വാനമാണ് ഈ സ്ഥാപനം ഇപ്പം 31 വർഷമായി. ഈ 31 വർഷം കൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രയും ഡെവലപ്പ് ആയത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഫണ്ട് ഇപ്പം ഈ സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിക്കുന്ന ഫണ്ടിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്? വിദേശ സഹായങ്ങളൊന്നും നമുക്കില്ല. ഞങ്ങളുടെ കാർമൽഗിരി പ്രോവിൻസിന്റെ കീഴിലുള്ള സ്ഥാപനമാണിത്. ഞങ്ങളുടെ പ്രോവിൻസിൽ നിന്നാണ് ബിൽഡിംഗ് ഒക്കെ പണിത് തരുന്നത്. പിന്നെ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള പൈസയും അവിടെ നിന്നാണ് തരുന്നത്. കൂടാതെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഗ്രാൻഡ് നൽകുന്നത്. അതും 2 വർഷത്തെ പെൻഡിങ് ആണിപ്പോൾ. പിന്നെ സ്പെഷ്യൽ സ്കൂൾ പാക്കേജ് ഗവൺമെൻറ് ഒരു തുക വെച്ചിട്ട് അത് എല്ലാ സ്കൂളുകൾക്കും വേണ്ടി ഡിവൈഡ് ചെയ്യുമ്പം ഒരു വിഹിതം നമുക്ക് ലഭിക്കും. പിന്നെ ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ നമ്മെ സഹായിക്കുന്നു. ഈ നാട്ടിലുള്ള ആളുകളുടെ എല്ലാവരുടെയും കൂടി ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അത് സന്തോഷമുണ്ട്. പിന്നെ ഇനിയിപ്പം നമുക്കറിയാം ഓണക്കാലമായി, ഇപ്പം തന്നെ കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും അതിനായിട്ടുള്ള ഒരുപാട് കലാപരിപാടികളൊക്കെ ഒരുക്കി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഓണാഘോഷം അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷവേളകളിലൊക്കെ നമുക്കറിയാം സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളെ ഒരു കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യവും അല്ല താനും. അപ്പം എങ്ങനെയാണ് ഈ കുട്ടികളെ അങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നത്? ഇവർക്ക് നിരന്തരമായ ട്രെയിനിങ് കൊടുക്കണം. ഒരു ദിവസം പഠിപ്പിച്ചു എന്ന് വിചാരിച്ച് അവർ കളിക്കില്ല. ഇപ്പം ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ട് 1 മാസത്തോളമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട് അവരുടെ പുലികളി, അതുപോലെ കൈകൊട്ടിക്കളി, തിരുവാതിര, ഡാൻസ്, അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇവിടുത്തെ ഡാൻസ് പഠിപ്പിക്കാൻ അധ്യാപികയുണ്ട്, സാറുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി പഠിപ്പിക്കുന്നു. ഓരോ ദിവസവും അതിനുള്ള പ്രാക്ടീസ് കൊടുക്കുന്നു. അങ്ങനെ പ്രാക്ടീസ് കൊടുത്ത് അവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. അപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഇപ്പോൾ എല്ലാവരും സ്പെഷ്യൽ നീഡ് കുട്ടികളാണെങ്കിൽ പോലും എല്ലാവരും നല്ല മുണ്ടൊക്കെ വാങ്ങിച്ച് പാവാടയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ആ ഓണത്തിന്റെ ഒരു അന്തരീക്ഷം ആസ്വദിക്കുകയാണ് അവർക്ക് ഇങ്ങനെയുള്ള ഓണാഘോഷങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷവും ഹാപ്പിനെസ് ഒക്കെ ലഭിക്കുന്നത്. പഠിക്കാൻ ഇത്തിരി പിന്നോക്കമാണെങ്കിൽ പോലും ഇവരൊക്കെ ഒത്തിരി കഴിവുള്ള കുട്ടികളാണ്. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ട്, അതിനുള്ള താല്പര്യമുണ്ട്. അപ്പൊ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങള് കുട്ടികൾക്ക് വളരാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ ഇനിയിപ്പോ എന്തൊക്കെ പരിപാടികളാണ് നമുക്ക് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്? ഇനിയിപ്പോ പുലികളിക്ക് ഉള്ള കുട്ടികൾ ഒരുങ്ങി റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് പുലികളിയിലോട്ട് പോകാം. പുലികളി ഇനിയിപ്പോ അടുത്തതായിട്ട് കുട്ടികളുടെ ആദ്യം തന്നെ പുലികളിയാണ്. പുലികളി കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം.
തിരുവാതിരയിൽ പാട്ടിലലിയും ആടിയുലയും പാതിരാവിനുലഹരി. മനസ്സു നിറയെ പനിനീർ കുളിരും മണവുമണിയും മറുനാടൻ പെണ്ണേ, മറുനാടൻ മലയാളി പെണ്ണേ. ആമന്ദം ഇളകി നിന്നിൽ ഹേമന്ത സ്വപ്നതരംഗം. മനസ്സു നിറയെ പനിനീർ കുളിരും മണവുമണിയും മറുനാടൻ പെണ്ണേ, മറുനാടൻ മലയാളി പെണ്ണേ. ആമന്ദം ഇളകി നിന്നിൽ ഹേമന്ത സ്വപ്നതരംഗം. അങ്കനമാരെ മംഗല്യപ്പെരുമയിഴും ശൃംഗാര സ്മൃതികളുമായി പൂവമ്പൻ കാമനകൾ കരുവയരചന പമ്പനലങ്കനുമീകൊട് ശിവപെരുമാൾ തിരുമെനിയിൽ ശരീരിയായവന് തിരുവാതിര നൊയമ്പിനാൽ നീകൊട്. ചാന്ത ചന്ദനം ചിന്തൂരക്കുറിയുമായി അഴകൊഴുകിടുമുട നടകളുമായി കളകാകളി പാടിക്കൊണ്ടിളകും പൊടി പാടിക്കൊണ്ടയ്യായ്യാ. മെയ്യാര പൊൻകണിയോടും ഒയ്യാര പുകിലൊടും ആ കാമനയെ തിരേൽക്കാം. ഭണിഗണമണിയുന്ന പരമേശൻ തനയനും ഗണപതി തുണ ചെയ്യുവാൻ പ്രണമിക്കുന്നേ. ഭണിഗണമണിയുന്ന പരമേശൻ തനയനും ഗണപതി തുണ ചെയ്യുവാൻ പ്രണമിക്കുന്നേ. കളവാണി സരസ്വതി കരുണയോടടിയന്റെ കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. കളവാണി സരസ്വതി കരുണയോടടിയന്റെ കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. ഗുരുപാദം നമസ്കരിച്ചതിമോദത്തോടു ഞങ്ങൾ മതി തെളിയും വണ്ണം കളിച്ചിടുന്നേ. ശ്രീമദനന്തപുരത്തിൽ വാഴും സ്വാമി ശ്രീ പത്മനാഭന്റെ പാദപത്മം. ശ്രീമദനന്തപുരത്തിൽ വാഴും സ്വാമി ശ്രീ പത്മനാഭന്റെ പാദപത്മം. നാം ഇന്നു ചിന്തിച്ചു പാർവതി റാണിയെ വന്ദിച്ചു വാഴ്ത്തിക്കളിച്ചിടണം, സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം. നാം ഇന്നു ചിന്തിച്ചു പാർവതി റാണിയെ വന്ദിച്ചു വാഴ്ത്തിക്കളിച്ചിടണം, സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം. തോം തത്തിന്തകത്തോം തിത്താതിമതത്തോം തത്തിന്തകത്തോം തിത്താതിമത. ശങ്കര ദൈവത വിശ്വാസവും സർവഗുണദോഷജ്ഞാനവും ഔദാര്യവും പരിതാപം നീക്കും കടാക്ഷവും കരുണയും വാക്കും ധർമ്മത്തിങ്കൽ പരമൊരു നോക്കും ഭാഗ്യശ്രീകൾ ചിരമുഴവാക്കും സാമ്രാജ്യവും പോഷ്മല്യത് വഹിക്കുന്നത്
തെയ്തകതക തെയ്താരോ തെയ്തകതക തെയ്താരോ തെയ്തകതക തെയ്താരോ തെയ്തകതക തെയ്താരോ തെയ്തകതക തെയ്താരോ തെയ്തകതക തെയ്താരോ തെയ്തകതക തെയ്താരോ. മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം. മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം. പുലികളിയും പൂവിളിയും പൊന്നൂഞ്ഞാൽ പാട്ടുകളും അത്തപ്പൂവിൻ ചമയം ചേർത്തൊരു ചിങ്ങപ്പൊന്നോണം ഈ ചിങ്ങപ്പൊന്നോണം. മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം. പാട്ടിൻ ഈണം തുഴയും പായി പാടാറും കൊയ്തു മെതിക്കും പുഞ്ചപാടം സ്വർണ്ണ കതിരുകളും. വെള്ളപ്പാട്ടിൻ ഈണം തുഴയും പായി പാടാറും കൊയ്തു മെതിക്കും പുഞ്ചപാടം സ്വർണ്ണ കതിരുകളും. ഓണത്തുമ്പികളും കുമ്മാട്ടിക്കളിയെല്ലാം ചേർന്നൊരു നാടിൻ പൊന്നോണം. ഓണപ്പുടവയും ഓണസദ്യയും ഓണത്തുമ്പികളും കുമ്മാട്ടിക്കളിയെല്ലാം ചേർന്നൊരു നാടിൻ പൊന്നോണം ഈ നാടിൻ പൊന്നോണം. ഓണം പൊന്നോണം തിരുവോണം വരവായി. തപ്പനെ വരവേൽക്കാനായി കേരളം ഉണരുമ്പോൾ മലയാളത്തിൻ മംഗളമൊന്നായി കുമ്മിയടിക്കുന്നു. ഓണത്തപ്പനെ വരവേൽക്കാനായി കേരളം ഉണരുമ്പോൾ മലയാളത്തിൻ മംഗളമൊന്നായി കുമ്മിയടിക്കുന്നു. അത്തപ്പൂക്കൾ കണ്ടു മഹാബലി മംഗളമോറുമ്പോൾ മാമല നാട്ടിൽ ഓണനിലാവിലൂഞ്ഞാലാടുന്നു. അത്തപ്പൂക്കൾ കണ്ടു മഹാബലി മംഗളമോറുമ്പോൾ മാമല നാട്ടിൽ ഓണനിലാവിലൂഞ്ഞാലാടുന്നു. ചിങ്ങം ഊഞ്ഞാലാടുന്നു. കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ തരം ഓണപരിപാടികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെയധികം നന്നായിട്ട് തന്നെ അവരത് കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചു. വളരെയധികം മനോഹരമായിരുന്നു. അപ്പോൾ ഈ കുട്ടികളെ ഈ കളികളൊക്കെ പഠിപ്പിച്ച, അതുപോലെ തന്നെ ഈ മച്ചിപ്ലാവ് സ്പെഷ്യൽ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കെല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ഇവരുടെ പരിശീലനമൊക്കെ കൊടുത്തത്, ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ കളികളൊക്കെ പഠിച്ചതെന്നൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താവോ? പേര്? എൻ്റെ പേര് വിനീത. ഞാനിവിടെ സ്പീച്ച് തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്തയാൾ. എൻ്റെ പേര് അമ്പിളി. ഞാൻ ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ പേര് ഡോണ മാത്യു. ഞാനിവിടെ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് പ്രശാന്തി. ഞാൻ ഇവിടെ വൊക്കേഷൻ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ബിൻസി. ഞാൻ വൊക്കേഷണൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് മിനി. ഞാനിവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് മായ. ഞാൻ ടീച്ചറാണ്. എൻ്റെ പേര് അനിത. ഞാൻ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാനിവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജസ്വിൻ. ഞാനിവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സിസ്റ്റർ മെറിൻ. ഞാനിവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജിസ്മരിയ. ഞാനിവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജസ്മരിയ. ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ സിസ്റ്റർ ബിജി ജോസ്, കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഹരിപ്രിയ. ഞാനിവിടെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സിസ്റ്റർ വിമൽ മരിയ. ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു.
എൻ്റെ പേര് സിസ്റ്റർ ജോഫി, ഞാനിവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സിസ്റ്റർ ലിസ്റ്റോ, ഞാനിവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സജി, ഞാൻ വൊക്കേഷണൽ ആൻഡ് ഡാൻസ്. എൻ്റെ പേര് ടോണി സാബു, ഞാനിവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് രാജേഷ്, ഞാൻ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അബിൻ, ഞാൻ ഇവിടുത്തെ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും സ്റ്റാഫുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവരുടെ ഒരു ഒത്തൊരുമയും അല്ലെങ്കിൽ ഇവരുടെ ഒരു കഠിനമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇവിടുത്തെ കുട്ടികൾ ഇപ്പം ഓണത്തിന് ഇതുപോലൊരു കലാപരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു, പുലികളി കളിച്ചു, അതുപോലെ തന്നെ തിരുവാതിര, ഓണപ്പാട്ട് തുടങ്ങിയ വിവിധ തരം കലാപരിപാടികൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇവരുടെ എങ്ങനെയാണ് ഇതൊന്ന് പരിശീലിപ്പിച്ചെടുത്തത്, എങ്ങനെയാണ് ഇവരിതൊക്കെ ഒന്ന് പഠിച്ചെടുത്തത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന സാറാണ്. സാറിന്റെ പേരൊന്നുകൂടെ പറഞ്ഞു. സജി. ഓക്കെ, 20 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. വൊക്കേഷണൽ ആൻഡ് ഡാൻസ് എല്ലാം വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇപ്പം പഠിപ്പിച്ചതിൽ എന്താണ്, കൈകൊട്ടിക്കളിയാണല്ലേ പഠിപ്പിച്ചത്? എങ്ങനെയാണ് ഇവരെ പരിശീലിപ്പിച്ചത്? എത്ര ദിവസം കൊണ്ടാണ് ഇവരിത് പഠിച്ചത്? ഞങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് കലോത്സവം നടക്കുകയാണ്, ഓൾ കേരള കലോത്സവം അടുത്ത ദിവസം തന്നെ ആലുവയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടീസിലായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ 1-2 ദിവസം കൊണ്ട് പഠിപ്പിച്ച് തീർത്താണ്. എങ്ങനെയാണ് വിളിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി കുട്ടികളൊക്കെ വരുന്നുണ്ടോ? ഇൻട്രസ്റ്റ് ആണ്. അവർക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളായിരിക്കുമല്ലോ അവർക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവരുടെ പ്രതികരണം? അവർക്ക് കളികളോട് കലാപരമായിട്ടും കായികപരമായിട്ടും നല്ല ഉത്സാഹമാണ്. എത്ര ദിവസത്തോളം എടുത്തു ഈ കൈകൊട്ടിക്കളി പഠിക്കാൻ? ഞങ്ങളൊരു 4 ദിവസം. 4 ദിവസത്തോളം. എല്ലാവരും ടീച്ചേഴ്സിന്റെ ഒത്തൊരുമയാണ്. ഇങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ കളിച്ചു. എല്ലാ സ്റ്റെപ്പുകളും നല്ല മനോഹരമായിട്ട് തന്നെ കളിച്ചു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ തിരുവാതിരക്കളി കണ്ടു. അതിമനോഹരമായിട്ട് തന്നെ അത്രയും സമയം എടുത്ത് അവർ ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു. അപ്പം തിരുവാതിരക്കളി പഠിപ്പിച്ചത് പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ഹരിപ്രിയ, ഞാനിവിടെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളിവിടെ തിരുവാതിരയും ഓണപ്പാട്ടുമാണ് എടുത്തിരുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കലാപരമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മളെപ്പോൾ വിളിച്ചാലും അവർക്ക് പഠിക്കണം. നമ്മളിപ്പോൾ ഒരു പക്ഷേ നമ്മൾ മറന്നാൽ പോലും ടീച്ചറെ ഇന്ന് പ്രാക്ടീസ് പോകണ്ടേ, നമുക്ക് പഠിക്കണ്ടേ എന്നുള്ളൊരു അവരിങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത് നമുക്ക് അവരെ കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്. ഇവരെ പഠിപ്പിക്കാനും അവരുടെ കൂടെ കൂടാനും ഒക്കെ നമുക്കൊരു പ്രചോദനമാണ്. പിന്നെ ഓണപ്പാട്ട് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കലോത്സവങ്ങൾ ഈ മാസം 26, 27 ഒക്കെ ആയിട്ട് നമുക്ക് കണ്ണൂർ വെച്ചിട്ട് കലോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കുകളായിട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഓണാഘോഷം അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. തിരക്കിലായിരുന്നു. എന്നാലും കുട്ടികൾ അതിൻ്റെ കൂടെ ഇണങ്ങി നമ്മൾ പറയുന്നതെല്ലാം കേട്ട് നല്ല വൃത്തിയായി അനുസരിച്ച് അവർ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ച് നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പഠിക്കും. ഈ തിരുവാതിരയൊക്കെ കളിച്ചപ്പോൾ ഏകദേശം എത്ര ദിവസം എടുത്ത് കാണും? തിരുവാതിര ഏകദേശം ഒരു ഓർമ്മ വെച്ചാൽ ഒരു 6-7 ദിവസം പോലും ഇല്ല, ഒരു 5 ദിവസത്തിനുള്ളിലാണ് ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊടുത്ത് ഈവനിങ് ഒക്കെ നിന്ന് കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊടുത്ത് അവർക്ക് ഞങ്ങൾ 5 ടീച്ചേഴ്സ് കൂടിയിട്ട് നിന്നിങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയായത്. ഓണപ്പാട്ടിൻ്റെ കാര്യം എടുത്താലും എങ്ങനെയാണ്? ഓണപ്പാട്ടിൻ്റെ കാര്യത്തിനും ഞാനിവിടെ മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഇവർ ഓൾറെഡി ആദ്യമേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കുട്ടികളെ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ കൊടുത്ത് ശീലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ തിരുവാതിര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് എടുത്ത് പഠിപ്പിച്ചോ, അല്ലെങ്കിൽ അവർക്ക് കളിക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് നമ്മൾ സ്റ്റെപ്പുകളൊക്കെ? കാരണം യൂട്യൂബിലെ പാട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഉള്ള സ്റ്റെപ്പുകൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് വഴങ്ങുന്ന ഒരു സ്റ്റെപ്പായിരിക്കില്ല. അപ്പം ഞങ്ങളത് നോക്കി കണ്ട് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് പറ്റുന്ന സ്റ്റെപ്പ് പോലെ ഞങ്ങളാക്കി മാറ്റിയിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. മറ്റിനിപ്പം പുലികളി അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആരാണ് ഇവിടെ നേതൃത്വം കൊടുത്തത്? അതിന് അഭിസാറാണ് അതിന്റെ നേതൃത്വം കൊടുത്തത്. എൻ്റെ പേര് അബിനാണ്, ഞാൻ അവിടുത്തെ സോഷ്യൽ വർക്കറാണ്. ഇവിടെ തന്നെ അടിമാലി തന്നെ ആണോ? നേര്യമംഗലമാണ്. നേര്യമംഗലത്ത് വന്ന് ഇവിടെ പഠിപ്പിക്കുന്നു. ഓക്കെ. എങ്ങനെയാണ് ഈ പുലികളി ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് കുട്ടികളെ? നമ്മളതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് നമുക്ക് നടത്താനായിട്ട് പറ്റിയില്ല. പിന്നെ രാവിലെ എല്ലാവരും വന്നു, പിള്ളേർക്ക് കറക്റ്റായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കൊടുക്കലോ നടക്കില്ലോ. ഇപ്പോൾ രാവിലെ തന്നെ ഭക്ഷണം കൊടുത്തു, എല്ലാ സ്റ്റാഫുകളും സഹകരിച്ചു, കുട്ടികളെ നമ്മൾ ഒരുക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം ഈ പുലികളി എന്ന് പറയുമ്പം അവരുടെ ഇതാണെങ്കിലും ചമയമാണെങ്കിലും ഒരുപാട് സമയമെടുത്ത് അതെല്ലാം ചമയൊക്കെ ചെയ്തിട്ടാണ്. അപ്പം എങ്ങനെയാണ് അവർ അത്രയും സമയം ക്ഷമയോടുകൂടി ഇരുന്നോ? എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ നോർമൽ കുട്ടികൾ ഇരിക്കുന്ന പോലെ അനങ്ങാതിരിക്കാൻ പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ പാടുകളുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച്
നമുക്കറിയാലോ Handle അവരെ ചെയ്ത്. പെരുമാറേണ്ട ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പ് എവിടെയാണ് ഇങ്ങനെ സ്പെഷ്യൽ ഞാൻ സ്കൂൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇന്റേൺഷിപ്പിന് മറ്റൊക്കെ പോയി നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇനി ഇവിടെ വന്നപ്പോൾ വേറൊരു ഫീലാണ് നമുക്ക്. എങ്ങനെയാണ് ഇവരെ പുലികളി എത്ര ദിവസം കൊണ്ടാണ് ഇവരെ ഒന്ന് പരിശീലിപ്പിച്ചത്? ഇപ്പൊ നമ്മൾ ഇന്നലെ ഒരു ദിവസം എടുത്തോളൂ അതിന്. അപ്പൊ പെട്ടെന്ന് തന്നെ കുട്ടികൾ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും. ഇപ്പൊ 12-ാം തീയതി നമുക്ക് ചാവറയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇതിന് പിന്നെ ഇപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്. അതിന്റെ ഇടയിലാണ് പിന്നെ ഇപ്പൊ ഇതും പരിശീലിപ്പിക്കുന്നത്. പക്ഷെ എന്നാലും കുട്ടികൾ വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു. സന്തോഷം. മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ ഓണാഘോഷ പരിപാടികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ആസ്വദിച്ചു. അപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യ എന്നത് നമ്മുടെ ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അപ്പം ഏറ്റവും സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ ഓണസദ്യയോടുകൂടിയാണ് ഈ കാർമൽ ജ്യോതിയിലെ കാർമൽ ഓണം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പം വിവിധ തരം ഓണാഘോഷ പരിപാടികളും പ്രോഗ്രാമുകളുമായി വീണ്ടും കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി മീഡിയ നെറ്റ് പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.